ഇരട്ട നികുതി വിഷയത്തിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് തിയേറ്റർ ഉടമകൾ. എന്നാൽ ആവശ്യം ന്യായമാണെങ്കിലും ഉടൻ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിലാണ് മന്ത്രി. ഏറെക്കാലമായി മലയാള സിനിമാ മേഖലയിൽ പുകയുന്ന വിഷയമാണ് ഇരട്ട നികുതി. GSTക്ക് പുറമെയുള്ള വിനോദ നികുതി ഒഴിവാക്കണമെന്ന ആവശ്യമാണ് സിനിമാ മേഖലയിലെ പല സംഘടനകളും ഉന്നയിച്ചത്. നിലവിൽ നികുതി ഈടാക്കുന്ന രീതി അധികഭാരമാണെന്നാണ് വിമർശനം. അതായത് സിനിമാ ടിക്കറ്റിന് 100 രൂപയാണ് വിലയെങ്കിൽ 26 രൂപ നികുതി ഇനത്തിൽ നൽകണം. GSTക്ക് പുറമെ വിനോദ നികുതി കൂടി ഉൾപ്പെടുത്തിയാണ് ഈ തുക അടയ്ക്കേണ്ടി വരുന്നത്. മിച്ചമുള്ള 74 രൂപയിൽ 44 രൂപ സിനിമയുടെ നിർമ്മാതാവിനോ വിതരണക്കാരനോ ലഭിക്കും. തിയേറ്റർ ഉടമകൾക്കൊടുവിൽ 30 രൂപയാണ് ലഭിക്കുന്നത്. ഈ ലഭിക്കുന്ന തുകയിൽ നിന്ന് തിയേറ്ററുകളുടെ അറ്റകുറ്റപ്പണി, ജീവനക്കാരുടെ ശമ്പളം, വൈദ്യുത ചാർജ് തുടങ്ങിയവ നൽകാൻ പ്രയാസമാണെന്നാണ് തിയേറ്റർ ഉടമകൾ പറയുന്നത്. ടിക്കറ്റ് വരുമാനത്തിൽ ലഭിക്കുന്ന പണത്തിന് സ്ഥിരതയില്ലെന്നുള്ളതും പ്രതിസന്ധിയാണ്. വിഷയത്തിൽ ഉടൻ ഇടപെടലുണ്ടാകില്ലെന്ന പ്രതികരണമാണ് മന്ത്രിയുടെ വാക്കുകളുള്ളത്. നികുതി വിഷയമാണ് ഇപ്പോൾ നമുക്ക് എടുക്കാൻ ഇതുവരെ പറ്റാത്തൊരു വിഷയം. അത് ശരിക്കും അവർ പറയുന്നത് ന്യായമാണ്. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒഴിവാക്കിയതാണ് ഇരട്ട നികുതി. എൻ്റർടൈൻമെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇരട്ട നികുതിയാണ്. GST വന്നതിന് ശേഷം പിന്നെ ഒരു ടാക്സ് കൂടെ പിരിക്കാൻ പാടില്ലാത്തതാണ്. GST വന്നതിന് ശേഷവും വീണ്ടും ടാക്സ് വാങ്ങുകയാണ്. അത് അവർ പറയുന്ന ആവശ്യം ന്യായമാണ്, അത് ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലോക്കൽ ബോഡികൾക്കൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളൊരു സമയമാണ്. ആ സമയത്ത് അത് നിർത്തലാക്കുന്നത് ലോക്കൽ ബോഡികളെ ബാധിക്കുന്നുള്ളതുകൊണ്ട് അത് മാത്രം പിന്നീടൊന്ന് ആലോചിക്കാം. 100 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സിനിമാ ടിക്കറ്റിന് 8 രൂപയും 100 രൂപയ്ക്ക് താഴെയുള്ള സിനിമാ ടിക്കറ്റിന് 5 രൂപയുമാണ് നികുതി ഇനത്തിൽ GST കൂടാതെ അധികമായി നൽകേണ്ടി വരുന്നത്. ലഭിക്കുന്ന നികുതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളെ പിന്തുണയ്ക്കണമെന്ന നിലപാടിലാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക്. സാധാരണക്കാരൻ്റെ വിനോദ ഉപാധിയായ സിനിമ 33% നികുതി അടച്ചിട്ട് വേണം അവർ സിനിമ കാണാൻ. ആഡംബര ഹോട്ടലുകളിൽ 5% 12% അടച്ചാൽ മതി. അപ്പോൾ സാധാരണക്കാരനെ അവഗണിക്കുന്ന ഒരു സിസ്റ്റം. സർക്കാരിന് ഇപ്പോൾ ഇത് ഒഴിവാക്കാനല്ലെങ്കിൽ തന്നെ ഒരു ടിക്കറ്റ് ബേസ് വയ്ക്കാം. അതായത് സാധാരണക്കാരൻ കാണുന്ന ടിക്കറ്റ് റേറ്റാണ് 200-ന് താഴെയുള്ള ടിക്കറ്റ്. ഈ മൾട്ടിപ്ലക്സുകളിലൊക്കെ 200-ന് മേലെയുള്ള ടിക്കറ്റ് റേറ്റുകളാണ് 250-300. അപ്പോൾ അതിന് ടാക്സ് ഈടാക്കിക്കൊണ്ട് ഈ 200 താഴെ ടാക്സ് ഒഴിവാക്കാമല്ലോ. സംസ്ഥാനത്ത് തിയേറ്ററുകളില്ലാത്ത പ്രദേശത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും തിയേറ്റർ ഉടമകൾ ചൂണ്ടിക്കാട്ടി. പണിമുടക്കുൾപ്പെടെയുള്ള പ്രതിഷേധവുമായി നിലപാട് കടുപ്പിക്കാൻ സിനിമാ സംഘടനകൾ പലതവണ ഒരുങ്ങിയതാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം കാര്യങ്ങൾ പണിമുടക്കിന് സമാനമാണെന്ന് പ്രതികരിച്ച തിയേറ്റർ ഉടമകളുമുണ്ട്. നിലവിലെ സർക്കാരിൽ വിശ്വാസമുണ്ടെങ്കിലും നടപടി ഉണ്ടാകാൻ വൈകുന്നതിൽ വലിയ അതൃപ്തി സിനിമാ സംഘടനകൾക്കുണ്ട്. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.